ലാഹിരിയായ കറാമത്തും ബാത്തിനിയായ കറാമത്തും മേളിച്ച വലിയൊരു മഹാനാണ്. ഒരേ സമയം ജനങ്ങളുടെ ഭൗതികമായ പ്രശ്നങ്ങൾക്ക് മഹാനവറുകളുടെ ജീവിതകാലത്ത് പരിഹാരം കൊടുത്ത് ഇപ്പോഴും മഹാനവറുകൾ കൊടുക്കുന്നു. ഒപ്പം ആത്മീയമായി നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും മഹാനവറുകളുടെ പേരിലുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ അറിയാനുള്ള വിവിധ വഴികൾ. ആ വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരിഫീങ്ങളുമായുള്ള ബന്ധം, ഔലിയാവുമായുള്ള ബന്ധം. മഹാനായ ശൈഖുന സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരൊരുപാട് മഹാന്മാരുമായി ബന്ധപ്പെടുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ മഅരിഫത്ത് ലഭിക്കുകയും ചെയ്ത ആ വലിയ അനുഗ്രഹം ലഭിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകളുമായി ബന്ധപ്പെടാനുള്ള അവസരം കിട്ടിയ ആളുകളൊക്കെ വലിയ തൗഫീഖ് ലഭിച്ച ആളുകളാണ്. ആ ബന്ധങ്ങൾ ഭൗതികമായ ആവശ്യത്തിലപ്പുറം ആത്മീയമായ ഈമാനിക പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തലാണ് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം. ഭൗതികമായ ദുനിയാവിലെ പല ആവശ്യങ്ങൾക്കും മഹാന്മാരെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. അത് വേണമെങ്കിൽ ആവാം. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഈമാനികമായി നല്ല ശക്തി ലഭിക്കാൻ, ഖൽബിന് തുമഈനത്ത് ലഭിക്കാൻ വേണ്ടി മഹാന്മാരെ പിടിക്കലാണ് ഏറ്റവും വലിയ തൗഫീഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചെയ്യേണ്ടത്, നമ്മുടെ പ്രാദേശികമായി ശൈഖുനയെ സംബന്ധിച്ചിടത്തോളം ഔലിയാഇൻ്റെ കൂട്ടത്തിൽ വലിയ ലാഹിരിയായ കറാമത്തും ബാത്തിനിയായ കറാമത്തും മേളിച്ച വലിയൊരു മഹാനാണ്. ഒരേ സമയം ജനങ്ങളുടെ ഭൗതികമായ പ്രശ്നങ്ങൾക്ക് മഹാനവറുകളുടെ ജീവിതകാലത്ത് പരിഹാരം കൊടുത്ത് ഇപ്പോഴും മഹാനവറുകൾ കൊടുക്കുന്നു. ഒപ്പം ആത്മീയമായി നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും മഹാനവറുകളുടെ പേരിലുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാനവറുകളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ മഹാനവറുകളുടെ പേരിലുള്ള സ്വതക്കകൾ വർദ്ധിപ്പിക്കുകയും അങ്ങനത്തെ സ്ഥാപനങ്ങളെ സഹായിക്കുകയും മഹാനവറുകളുടെ പേരിൽ പാവങ്ങളായ ഈ കോവിഡ് കാലത്ത് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ മഹാനിലേക്ക് അടുക്കാനുള്ള അവസരങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നതിൻ്റെ ഒരു വഴിയാണ് മഹാന്മാരായ ഔലിയാ. ഈ പ്രതിസന്ധി കാലത്ത് പ്രവാസ ലോകത്തുള്ള ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഖൽബിൻ്റെ ഉറപ്പ് കുറയുന്നത് കൊണ്ടാണ്, രോഗം പ്രതിരോധ ശക്തി കുറയുന്നത്. അതുകൊണ്ട് മഹാന്മാരായ ആളുകളുടെ മൗലിദ്, ആ മൗലിദ് സിയം വലിയുല്ലാഹിയുടെ മൗലിദരെ തവസ്സുൽ ബൈത്തൊക്കെ ചെല്ലുമ്പോൾ ഖൽബിന് വലിയ ഉറപ്പ് ലഭിക്കുമ്പോൾ അത് കോവിഡിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷിയും നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ സിയം വലിയുല്ലാഹിയുടെ ജീവിതം പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനത്തിനെ ഒരു കാലത്ത് എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കാമെന്ന് കരുതിയ ഘട്ടത്തിൽ മഹാനവറുകൾ കൊടുത്ത വലിയ തുമഈനത്ത്, ഹിമ്മത്താണ് ഈ പ്രസ്ഥാനം പടന്നു പന്തലിച്ചത്. അതുകൊണ്ട് ആ വലിയ മഹാമാരി കാലത്ത് മഹാനവറുകളെ മൗലിദോതി ഖൽബിന് തുമഈനത്ത് ശക്തിപ്പെടുത്താൻ, ഹിമ്മത്ത് വർദ്ധിപ്പിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ശവ്വാലും ദുൽഖഅദിലും വിവിധ ദിവസങ്ങളിൽ ഒരുപാട് പ്രദേശത്ത് മഹാനവറുകളുടെ അനുസ്മരണം നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ദിക്റുകൾ, കോടിക്കണക്കിന് സ്വലാത്തുകൾ, തഹ്ലീലുകൾ, ഖുർആൻ പാരായണം, ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടെ ബഹുമാനപ്പെട്ട CM അബൂബക്കർ സഖാഫി അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അതുപോലെ അതിൻ്റെ പ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും, ഇത് വീക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു വലിയ ഖൈർ നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.